ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ്റെ രണ്ട് സൈഡിലുള്ള വിങ്സ് കൊടുത്തിട്ട് അതുകൊണ്ടൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. സ്പൈസി ചിക്കൻ വിങ്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. 1 കിലോ ചിക്കൻ വിങ്സ് ആണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്പം മൈദയും അല്പം കോൺഫ്ലോർ നമ്മൾ ലേശം കൂടുതൽ ഇടണം കേട്ടോ, നന്നായിട്ട് ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി പൗഡറൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കിലോന് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു എഗ്ഗും കൂടി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മാവ് പരുവത്തിലാവണം ഈ ബാറ്റർ. അതിനു വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത് കേട്ടോ. നമ്മൾ ചിക്കനിൽ ശരിക്കും എല്ലാ സൈഡിലും കോട്ടിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കോൺഫ്ലോർ ആണ് കേട്ടോ ഒരല്പം കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ വിങ്സ് നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്ക് വിങ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുകൊണ്ടാണ് കേട്ടോ ഒരല്പം ഓയിൽ കൂടുതൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ സെപ്പറേറ്റ് സോസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മേലിലൊരു കോട്ടിങ് കൂടി വരുന്നതാണ്. നമുക്കൊരു നല്ല സ്പൈസി സോസും കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഇത് നമ്മൾ സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സോസും കൂടി നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വിങ്സ് ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് പറ്റിയ നല്ലൊരു സ്പൈസി സോസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതാണ് ഈ വിങ്സിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഐറ്റം കേട്ടോ. ഈ സോസ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരല്പം ഗ്രീൻ ചില്ലിയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം കറിവേപ്പിലയും 1-2 റെഡ് ചില്ലിയും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും അല്പം ക്യുമിൻ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചില്ലി പൗഡറും പെപ്പറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുറച്ചാൽ മതിയാവും. കുറച്ചും കൂടി സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് കുറച്ച് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ആ ഗ്രേവി നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പൈസി സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അല്പം ലെമൺ ജ്യൂസും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ സോസൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ വിങ്സും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് ചിക്കൻ വിങ്സിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ ഒരല്പം വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ കുക്കാവൊന്നും വേണ്ട കേട്ടോ, നമുക്ക് നല്ലൊരു ക്രഞ്ചിനെസ് ആയിട്ട് തന്നെ കഴിക്കണം.
ആ മസാലയിലൊക്കെ ഈ വെജിറ്റബിളും കൂടി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. നമ്മുടെ സ്പൈസി ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.